ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സിഡ്നിയിൽ നിന്ന് വന്ന നവദമ്പതികളായ ജെയിംസ് ലൂവും ഫിയോണ ചോയും വത്തിക്കാനിലെത്തി ലിയോ 14 പാപ്പയ്ക്ക് തൊപ്പി സമ്മാനമായി നൽകി. ലൂവും ചോയും റോമിലെത്തി ബുധനാഴ്ച പൊതുസദസ്സുകളിൽ പാപ്പയിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം തേടുകയും ചെയ്തു. പാപ്പയെ കാണാൻ അവസരം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും അവർ പാപ്പയ്ക്കുള്ള സമ്മാനം കൊണ്ടുവന്നിരുന്നു. ലിയോ 14 പാപ്പയുടെ തൊപ്പിയുടെ വലുപ്പം അറിയുന്നതിനായി ചാറ്റ് ജിപിടിയിൽ തിരഞ്ഞുവെന്നും നവദമ്പതികൾ പങ്കുവച്ചു. തങ്ങൾ പുലർത്തുന്ന വിശ്വാസം യുദ്ധത്തിനുള്ള ആയുധമാക്കരുതെന്ന് വത്തിക്കാനിലെ മതാന്തര സംവാദത്തിനായുള്ള ടിക്കാസ്ട്രോയുടെ തലവനും മലയാളിയുമായ കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട്. ലോകമെമ്പാടും ഉടലെടുത്തിരിക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ സംഘർഷ പരിഹാരത്തിൽ മതനേതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന 2ാം അന്താരാഷ്ട്ര മതനേതാക്കളുടെ ഉച്ചകോടിയിൽ വത്തിക്കാനെ പ്രതിനിധീകരിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. സുവിശേഷവൽക്കരണത്തിന്റെ താക്കോൽ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണെന്ന് ലിയോ 14 പാപ്പ മെക്സിക്കോയിൽ നിന്നുള്ള സാൻ ആൻഡ്രൂ സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷനിലെ അംഗങ്ങളുമായുള്ള സ്വകാര്യ സദസ്സിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സുവിശേഷ പ്രവർത്തകർ പ്രത്യാശയുടെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി റോമിലെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തി അരങ്ങേറിയ ജരാൻവാല ക്രൈസ്തവവിരുദ്ധ കലാപത്തിന് 2 വർഷം. 2023 ഓഗസ്റ്റ് 16 ജരാൻവാലയിൽ വ്യാജ മതനിന്ദ ആരോപണത്തിന്റെ പേരിൽ ക്രൈസ്തവർക്കെതിരെ വ്യാപകമായി ആക്രമണം അരങ്ങേറിയത്. 20ഓളം ദേവാലയങ്ങളും 800-ലധികം ക്രിസ്ത്യൻ ഭവനങ്ങളും തകർക്കപ്പെട്ടു. കഴിഞ്ഞ ഓഗസ്റ്റ് 16 തങ്ങൾക്ക് ഭരണകൂടം നീതി ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ക്രൈസ്തവർ ജരാൻവാലയിൽ ഒത്തുകൂടിയിരുന്നു. ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച ടൈം മാഗസിൻ പുറത്തിറക്കിയ 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിൽ ലിയോ 14 പാപ്പയും. അതേസമയം ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ധാർമ്മിക ആശങ്കകളിൽ പാപ്പ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയതിനെ ഈ പട്ടിക പ്രശംസിച്ചു. നേതാക്കൾ, നവീന ആശയക്കാർ, രൂപപ്പെടുത്തുന്നവർ, ചിന്തകർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളെ മാഗസിൻ പട്ടികപ്പെടുത്തി. ടൈം മാഗസിൻ അനുസരിച്ച് ഈ മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള 25 പേരിൽ ലിയോ പാപ്പയും ഉൾപ്പെടുന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.